ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാൻ പറയാം, ചേട്ടൻ്റെ അടുത്ത് ചൂടാവരുത്. നീ കാര്യം പറ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ചേട്ടാ, നമ്മുടെ മലയാറ്റൂരുള്ള അശോകൻ ചേട്ടൻ്റെ മോള് അശ്വതി ചേച്ചി അറിയോ? അറിയും. അവൾക്ക് എന്താ പറ്റിയ? ചേച്ചിക്ക് ചേട്ടനോട് മുടിഞ്ഞ പ്രേമാണ്. ഇന്നലെ എന്നെ കണ്ടപ്പോ പറഞ്ഞതാ. ഇനി അതും പറഞ്ഞ് എന്നെ മെക്കിട്ട് കയറരുത് പ്ലീസ്. എടാ കണ്ണ, നിനക്കറിയാലോ ഞാൻ പറയാതെ തന്നെ എൻ്റെ കാര്യങ്ങൾ. എനിക്ക് ആരുടെയും പുറകെ പ്രേമിച്ചെടുക്കാനും സമയമില്ല, മനസ്സിലായോ? ആദ്യം സീതയെ കെട്ടിച്ചയക്കണം, പിന്നെ എൻ്റെ അമ്മേനെ നോക്കണം, പിന്നെ അച്ഛൻ വരുത്തിവെച്ച കടങ്ങളൊക്കെ തീർക്കണം. ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും എനിക്കിതിനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് നീ അവളോട് പറഞ്ഞേക്കും, ഇനി ദയവ് ചെയ്ത് എൻ്റെ പുറകെ നടക്കരുത്, മനസ്സിലായോ? ഹലോ, എന്തിരിപ്പാച്ചത്? ഒന്നുമില്ലടി, ഞാൻ വെറുതെ എങ്ങനെ ഇരുന്നതാ. അല്ല, നീ ഇതെവിടെ പോയതാ? ഹോ, ഒന്നും പറയണ്ട എൻ്റെ ചേച്ചി. അക്ഷയ വരെ പോയതാ ആധാറിൻ്റെ കാര്യമൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. എപ്പോൾ ചെന്നാലും സൈറ്റില്ല എന്ന് പറയുന്നത്. നടന്ന് മടുത്തു. അല്ല, മാഡത്തിന് എന്താ ഇവിടെ പരിപാടി? ഞാൻ വന്നപ്പോൾ സ്വപ്നലോകത്തായിരുന്നല്ലോ, എന്തു പറ്റി? ഒന്ന് പോടി, ഞാൻ വെറുതെ ഇരുന്നതാ. മനസ്സിലായി. ദേവേട്ടനെ കുറിച്ച് ആലോചിച്ചിരുന്നതല്ലേ? അതെങ്ങനെ നിനക്ക് മനസ്സിലായത്? ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? നമ്മളിതൊക്കെ ഇത്ര കണ്ടതാ. എൻ്റെ ചേച്ചി, നടക്കണ കാര്യമെല്ലാം ചിന്തിച്ചാൽ പോരെ, വെറുതെ മനക്കോട്ടമായിട്ടാ നിൽക്കണ്ട. ദേവേട്ടൻ അങ്ങനത്തെ ഒരാളല്ല. വെറുതെ പുള്ളിയുടെ പിറക്കെ നടന്ന് നേരം കളയാതെ വേറെ വല്ല പണിയും നോക്ക്. അതൊന്നും നടക്കില്ല മോളെ. വെറുതെ ഇവിടെ ഇരുന്ന സമയം കളയാണ്ട് വീട്ടിൽ പോകും. ചേച്ചി, പിന്നെ ഞാനൊരു ഐഡിയ പറയാം. ഒരു പരീക്ഷണം മാത്രമാണ്, കുറച്ച് ടഫാണ്. സക്സസ് ആവുമെന്ന് അറിയില്ല. നമുക്ക് ആരുടെ മനസ്സൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ല. ദേവേട്ടന് ചേച്ചിയെ ഇഷ്ടമാണോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യും, ആരെയും ഏൽപ്പിക്കാതെ നേരിട്ട് ദേവേട്ടനോട് ചേച്ചിയുടെ ഇഷ്ടം തുറന്നു വരാം. അതായിരിക്കും നല്ലത്. എൻ്റെ മായേ, ഞാൻ ശ്രമിച്ചതാ കുറേ പ്രാവശ്യം. പക്ഷേ എപ്പോൾ കാണുമ്പോഴും പുള്ളിക്കാരൻ ഭയങ്കര ചൂടിലായിരിക്കും. അപ്പം തന്നെ എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോകും. പിന്നെ എങ്ങനെ പറയാനാ? ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല കേട്ടോ. അതിനൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് ഇറങ്ങിയാൽ മതി, മനസ്സിലായോ? അല്ലെങ്കിൽ ഈ പരിപാടി ഇവിടെ വെച്ച് നടത്തിക്കും. വെറുതെ സ്വപ്നം കണ്ടിരിക്കാം.